ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രാവുകളെയും കോഴികളെയും വളർത്തുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ പല വൃക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഷിയാബ്, ഇതാണ് ആ മഹത് വ്യക്തി. അപ്പോൾ ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ പ്രാവിനെ കുറിച്ചിട്ടെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ഇത് എത്ര വർഷമായി പ്രാവിനെ വളർത്താൻ തുടങ്ങിയിട്ട്? പക്ഷെ എന്റെ അറിവിലെന്ന് വെച്ചാല് ചെറുതിലെ ഒരു പ്രാവിനോടിലൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ല ഉണ്ട്. അപ്പൊ ഇത് കാര്യമായിട്ട് തുടങ്ങിയിട്ട് എത്ര വർഷമായി? വർഷം എന്ന് പറഞ്ഞാല് എന്റെ ഒരു 10 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ്. ഇതൊരു ക്രൈസ് ആയിട്ടാണ്. എന്നാല് ഇതിന് ഒരു ബിസിനസ് പരമായിട്ടല്ല, ഒരു ക്രൈസ്. അത് ഞാൻ ചോദിക്കാൻ പോവുകയെന്ന്, ബിസിനസ് പിന്നെ മറ്റേ ഇത് വരുമാന മാർഗം കണ്ടെത്താനാന്നോ അല്ല ക്രൈസ് ആയിട്ടാന്നോ? പക്ഷെ വരുമാന മാർഗം കണ്ടെത്താനല്ലാന്ന് ഏതായാലും മനസ്സിലായി. പല പല വെറൈറ്റി ഉണ്ട്. ഏകദേശം 50-ൽ കൂടുതൽ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് എന്താ തീറ്റ? ഗോതമ്പ് കൊടുക്കല്, പിന്നെ ഇതിന്റെ കൂടെ മിക്സ് ആയിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. മിക്സ് വരുന്നുണ്ട്, മിക്സ് ഇതിന്റെ തീറ്റ വരുന്നുണ്ട്. പല വിളക്കല് കുറവാണ്, പുറത്തേക്ക് ഇളക്കല്. ഇതിന്റെ അകത്ത് തന്നെ അടച്ചിട്ടുന്നുണ്ട്. ഇതിന്റെ മിക്സ് തീറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുള്ള് ഹെൽപ്പായിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾക്ക് ആളെ ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടേനെ ഒരാള് ഫുള്ളായിട്ട് നോക്കുന്നത്. ഞാൻ തന്നെ ഇല്ലല്ലോ, ഞാൻ ഗൾഫിലാണ്. അവരാണ് ഞാൻ പോയിക്കതിന് ശേഷം അവരാ നോക്കല്. അപ്പോ ഇതില് വെറൈറ്റി പ്രാവ് ഏതെങ്കിലും? വെറൈറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ പാകിസ്ഥാനി ഉണ്ട്. പാകിസ്ഥാനി എന്ന് പറഞ്ഞാല് അവിടുന്ന് ഗൾഫിൽ നിന്ന് ഞാൻ ഷാർജയില് മുട്ട കൊണ്ടുകൊണ്ട് വിരിച്ചിട്ട് മുട്ടയുടെ കൊണ്ടുകൊണ്ട് വിരിച്ചിട്ടാക്കിയത്. ഇതിനെ കൊണ്ട് ഒരുപാട് കുട്ടികളെടുത്ത് കണ്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ പറക്കും, നല്ല ടൈമിംഗ് ആണ്. ഇവിടെ എടുത്തെന്ന് പറഞ്ഞാൽ 8-10 മണിക്കൂർ എടുത്തിട്ട് 10 മണിക്കൂറോളം പറക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഡൈവിങ് ഉണ്ട്, മുകളിലെത്തിട്ട് ഇങ്ങനെ ഡൈവ് ചെയ്യും, കറങ്ങി ജോഡിയാണ്. ഇതാണ് പ്രാവാണ്. എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ്. ഇവിടെ ഗൾഫിൽ കൂടുതൽ ആൾക്കാർ അറബികളെല്ലാം വളർത്തുന്നത് ഈ പാകിസ്ഥാനി വെറൈറ്റിയാണ്. ഇവിടെ ഉണ്ട്, 50 തരം ഉണ്ട് ഇവിടെ. ഇതിന്റെ ഒരു പ്രാവിന്റെ മാസ്റ്റർ ഉണ്ട്. ശരിക്കും നമ്മളങ്ങോട്ട് ചെറുപ്പത്തിൽ അയാളുടെ അടുത്ത് നിന്ന് നമ്മള് ശരിക്കും ഇത് ട്രെയിനിങ് എടുത്തത്. അവരുണ്ട്, അവരെ നേരിട്ട് കാണിച്ചു തരാം. എന്തായാലും പരിചയപ്പെടുത്തി തരാം. ഇത് ഷോപ്പിലുണ്ടായതാ. ഞാൻ പിന്നെ ഇവ കൊണ്ടൊക്കെ പോയിട്ട് എൻ്റെ കുട്ടികളാണ്, എൻ്റെ കുറേ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഉപദേശമൊന്നുമില്ല. ഇപ്പൊ ഉപദേശം സ്കൂളിൽ പോകും, ടൈം പാസ്സാണ്. ശ്രദ്ധിക്കണം. ഇവിടെ പ്രാവിന്റെ മാസ്റ്റർ ഉണ്ട്, മാസ്റ്ററോടൊക്കെ ചോദിക്കാൻ ചോദിച്ചതാ. തന്നെ നമ്മളിങ്ങനെ ഇതിനെ ശ്രദ്ധിക്കണം നന്നായിട്ട്. പിന്നെ എവിടെയും പോവാൻ കഴിയില്ല, പണിക്കൊന്നും പോവില്ല. പിന്നെ ഇവിടുന്ന് സൈലുണ്ടോ പ്രാവ്? സൈല് നമ്മള് കുട്ടികളെ കൊടുക്കും. ഇത് നമ്മളിപ്പോ കാണിച്ചു തന്നില്ലേ പാകിസ്ഥാൻ, അതിന്റെ കുട്ടിയാണ്. പക്ഷെ അതിനെ കൊട്ടി നമ്മള് ഇങ്ങനെ മുട്ടയിടിച്ച് വിരിയിക്കലില്ല. വിരിയിക്കാൻ വേണ്ടി വേറെ പ്രാവിനെ വെച്ചു കൊടുക്കലാണ്. ഇതിപ്പോ കണ്ടില്ലേ, വേറെ പ്രാവിനെ വെച്ചു കൊടുത്തിട്ടാണ് അതാ നോക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പാകിസ്ഥാൻ വെറൈറ്റി പ്രാവിനെ കുറിച്ചിട്ട് കുറെ പഠിക്കാനുണ്ടല്ലേ. ഒരു മാസമായി ഇതിന്. അത് 2 ആഴ്ച.
ഇവരറിയാ ഇവരെ മുമ്പ് ഇതിന്റെ അമ്മനെ കണ്ടിട്ടുണ്ടാവും. ഇതിനെ കണ്ടിട്ടില്ലേ ബ്ലാക്ക്, ഇത് ചോക്ലേറ്റ് കളർ അല്ലേ. ഇതിന്റെ പേര് ട്രംപിന്റെ അമ്മയാണ്. ഇതിന്റെ ശരിക്കുള്ള പേര് ഐക്കുന്ന പേര്. പക്ഷെ ഇതിന്റെ കുട്ടിക്ക് ഞാൻ ഇട്ടത് ട്രംപ് നട്ടത്. പക്ഷെ ട്രംപ് അതോടെ പിറ്റേന്ന് തന്നെ കുട്ടി ചാവും ചെയ്യുന്നേ. ആ പേരിട്ടോടെ തന്നെ കുട്ടി ചാവും ചെയ്യും. നമ്മളുണ്ടായോണ്ടാ നിങ്ങളോടൊന്നും സൗണ്ടാക്കാത്ത. ബ്ലാക്ക് കണ്ടേ, ഇത് ചോക്ലേറ്റ് കളറാണ്. ഞാൻ പറഞ്ഞ കേൾക്കും. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. വെൽക്കം.